ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഡിസംബർ 7. എന്തിനാണ് പ്രതിപക്ഷ ബഹളം? ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമെന്ന നിലയ്ക്ക് കേരളത്തിൽ വൻകിട വ്യവസായങ്ങൾ അപ്രായോഗികമാണെന്ന് കണ്ടാണ് 1990-ൽ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയും കെ.ആർ. ഗൗരിയമ്മ വ്യവസായ മന്ത്രിയുമായിരിക്കെ തിരുവനന്തപുരം കഴക്കൂട്ടം കേന്ദ്രമായി ടെക്നോ പാർക്കിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. വിവരസാങ്കേതിക വിദ്യാരംഗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വ്യവസായ പാർക്കായി മാറിയ ടെക്നോ പാർക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാവനയുടെയും പ്രതിബദ്ധതയുടെയും മുദ്രകൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് തൊഴിൽദാതാക്കൾ കേന്ദ്രീകരിച്ച ടെക്നോ പാർക്ക് ഇന്ന് പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നു. പിന്നീട് ഓരോ ഘട്ടത്തിലും LDF സർക്കാരുകൾ തന്നെയാണ് കേരളത്തിന്റെ IT വികസനത്തിനായുള്ള സാർത്ഥകമായ ചുവടുവയ്പുകൾ നടത്തിയത്. IT വികസനത്തിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുമ്പോൾ തന്നെയും ഇത്തരം ബൃഹത് പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടക്കാനിടയുള്ള ശതകോടികളുടെ അഴിമതികളെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അനാരോഗ്യകരമായ ഇടപാടുകളെയും ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തുള്ളപ്പോഴും ഫലപ്രദമായി ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി കൊച്ചി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അധ്യക്ഷയായ സമിതിയുടെ ശുപാർശ സംസ്ഥാന മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകരിക്കുകയും ദുബായ് കേന്ദ്രമായ ടീകോം എന്ന കമ്പനിയുമായി ചർച്ച നടത്തി പിന്മാറ്റ നയം രൂപകൽപ്പന ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതോടെ IT വികസനവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളെ വില കുറഞ്ഞ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു. വലതുപക്ഷ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളാണ് LDF സർക്കാർ എന്തോ കൊടിയ പാതകം ചെയ്തെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. 2003-ൽ A.K. ആന്റണി മുഖ്യമന്ത്രിയും P.K. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമായിരിക്കെയാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആലോചന തുടങ്ങുന്നത്. നടപടിക്രമങ്ങൾ ആരംഭിച്ചതോടെ പദ്ധതി വഴി നടക്കാനിടയുള്ള അഴിമതിക്കാർക്കെതിരെ അന്നത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന LDF ശക്തമായി ഇടപെട്ടു. 2004-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നേറ്റ വൻ പരാജയത്തെ തുടർന്ന് A.K. ആന്റണി രാജിവെക്കുകയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. അതോടെ ഇടപാടുകൾ കൂടുതൽ ദുരൂഹമായി. കൊച്ചിയിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള ഇൻഫോ പാർക്ക് അടക്കം 236 ഏക്കർ ഭൂമി പൂർണ്ണമായും സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി വിട്ടുകൊടുക്കാനുള്ള ധാരണാപത്രം 2005-ൽ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുമായി ഒപ്പുവെച്ചു. 100 ഏക്കർ ഭൂമിക്ക് ഏക്കറിന് പ്രതിവർഷം പാട്ടം കണക്കാക്കിയത് 1 രൂപ മാത്രം. സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമായാൽ മറ്റു ജില്ലകളിൽ IT വ്യവസായം പാടില്ലെന്ന കർശന വ്യവസ്ഥയ്ക്കുവരെ ഉമ്മൻചാണ്ടി സർക്കാർ ഏറാൻ മൂളി. പാട്ടം സ്വതന്ത്രാവകാശമാക്കും വരെ ചെയ്യുന്ന നഗ്നമായ റിയൽ എസ്റ്റേറ്റ് അഴിമതിക്കാണ് അന്ന് കളമൊരുക്കിയത്. ഇൻഫോ പാർക്കിന് ചുറ്റുമുള്ള 136 ഏക്കർ ഭൂമിക്ക് വിലയിട്ടത് വെറും 26 കോടി രൂപ. ഇൻഫോ പാർക്കിന്റെ 62.27 ഏക്കർ ഭൂമിയും ലക്ഷം ചതുരശ്ര അടി കെട്ടിടവും കൈമാറാൻ തീരുമാനിച്ചത് വെറും 109 കോടി രൂപയ്ക്ക്. ഭരണകക്ഷിയുടെ നേതാക്കൾ നടത്താൻ ശ്രമിച്ച ഈ പകൽ കൊള്ള തടയുന്നതിൽ അന്നത്തെ പ്രതിപക്ഷം വിജയിച്ചു. 2006-ൽ VS അച്യുതാനന്ദൻ നയിച്ച LDF സർക്കാരാണ് ഇൻഫോ പാർക്ക് ടീകോമിന് കൈമാറേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. ഭൂമി ടീകോമിനെ വിൽക്കേണ്ടെന്നും പകരം 236 ഏക്കർ പാട്ടത്തിന് നൽകാമെന്നും തുടർന്ന് വ്യവസ്ഥ ചെയ്തു. സമീപ ജില്ലകളിൽ IT പാർക്ക് പാടില്ലെന്ന വ്യവസ്ഥയും റദ്ദാക്കി. ഇന്നിപ്പോൾ ടീകോമിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുണയാകുന്നത് LDF സർക്കാർ ഒപ്പിട്ട ഫ്രെയിം വർക്ക് കരാറാണ്. 13 വർഷത്തിന് ശേഷവും ടീകോം കമ്പനിക്ക് വ്യവസ്ഥകൾ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ പേരിൽ പുരപ്പുറത്ത് കയറി കൂവുന്ന VD സതീശനും വലതുപക്ഷ മാധ്യമങ്ങളും കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഇപ്പോഴും സർക്കാർ ഉടമസ്ഥതയിൽ തുടരുന്നത് LDF സർക്കാരിന്റെ കർശന നടപടികൾ കൊണ്ടാണെന്ന വസ്തുതയാണ് മറച്ചുവെക്കുന്നത്.